السلام السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأزواجه وذرياته وأهل بيته وأهل الخير كلهم أجمعين، أما بعد. بسم الله الرحمن الرحيم. وأتم الحج والعمرة لله. الحج مبرور ليس له جزاء إلا الجنة. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മോമിനുകളെ മോമിനാത്തുകളെ അടിക്കൽ ഉഷാർ കൊണ്ട് ശീത്തായിട്ട് ധനിയെല്ലാം ചേഞ്ച് ആയതുകൊണ്ടും എല്ലാവരും ദുആർക്കണം കൊണ്ട് പരിപൂർണ്ണ ആഫിയത്ത് കിട്ടുമായിട്ട്. എൻ്റെ ചില ഉദ്ദേശിക്കണം, ഹജ്ജ് പോയ മനുഷ്യന്മാർ നല്ല വലിയ ഭാഗ്യക്കാരായ ഹജ്ജ് പോകുന്ന മനുഷ്യന്മാർ എല്ലാ ദോഷം മാഫാണല്ലേ അങ്ങ് വന്നിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെ വന്നവർ കണ്ടവർ എന്താക്കണമെന്നല്ല, പെണ്ണിങ്ങളെ ആണികളെ അങ്ങനെ അരക്കി പിടിച്ചിട്ട് ആലിംഗനാക്കിയിട്ട് ചെല്ലണു. അബിലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഖലഫ നഫഖതക. നിങ്ങളെ ഹജ്ജിനെ അല്ലാഹു സ്വീകരിക്കട്ടെ, നിങ്ങളെ സർവ്വദോഷം അല്ലാഹു മാഫാക്കട്ടെ. നിങ്ങൾ ഈ പവിത്ര ഹജ്ജിക്ക് ചിലവാക്കിയോ എന്തെല്ലാം ചിലവാക്കിയാൽ അതുക്ക് ബദൽ അള്ളാഹു തരട്ടെ എന്ന് ചെല്ലൽ സുന്നത്ത്. അതുകൊണ്ടും അങ്ങനെ ചെല്ലണം. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു അൽ ഹജ്ജ് മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അള്ളാഹ് ഹജ്ജെങ്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ಅದಕ್ಕೆ ಪ್ರತಿಫಲ ಸ್ವರ್ಗಲ್ಲಾಂಡ್ ಬೇರೆಂದೂ ಇಲ್ಲ, ಸ್ವರ್ಗಲ್ಲಾಂಡ್ ಬೇರೆಂದೂ ಇಲ್ಲ. ಅಲ್ಲ ಹಜ್ಜನ್ನು ಸ್ವೀകരിಸಿದೆ ഭയങ്കര വലിയ ഗ്രേറ്റസ്റ്റ് അങ്ങ്. നരക ഹറാമായങ്ങ, സ്വർഗ ഫർലായങ്ങ. മാത്രം എന്തുണ്ട്, ഹജ്ജ് സ്വീകരിക്കുന്ന ലക്ഷണമുണ്ട്. ഹജ്ജ് അള്ളാഹുടെ എത്രയോ മനുഷ്യന്മാർ ഹജ്ജ് പേരുകായിട്ട് പെരുമകായിട്ട് പ്രതിഷ്ഠകായിട്ട് അങ്ങനെ ആയിട്ട് അങ്ങ് പോയിട്ട് അള്ളാഹുടെ പുറത്തെത്തുകായിട്ടല്ല, അള്ളാഹുടെ പുറത്തെത്തുകായിട്ട് ഹജ്ജ് ചെയ്യണം. അതല്ല ഖുർആൻ ചെന്ന് വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുകായിട്ട് ഹജ്ജ് ഉംറ പൂർത്തിയാക്കുറുണ്ട്. അല്ല ചെന്ന് അള്ളാഹുകായിട്ടാവണം. അള്ളാഹുകായിട്ട് അല്ലാണ്ടിത് അങ്ങനെ ഹജ്ജ് എന്ന കബൂലായിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഹജ്ജ് സ്വീകാരയോഗ്യമായോ ആറ് ഹജ്ജിനെ അല്ല സ്വീകരിച്ചില്ല എന്ന് അതൊരു അലാമത്തുണ്ട്, അതൊരു ലക്ഷണമുണ്ട്. അത് ആർച്ചുണ്ട്, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഷാഫി എന്ന് പേരുള്ള രണ്ടാമത്തോ ഷാഫി ഇമാം എന്നുള്ള പേരുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ലി ഹജ്ജ് സ്വീകാരയോഗ്യമായ ಲಕ್ಷಣ ಒಂದೊಂದು ಲಕ್ಷಣ ಆಗ ಕೂಡ ಬಂದಿಗೆ ಭಯಂಕರ ಮೃದುಲೆ ಭಯಂಕರ ಎಲ್ಲರಟ್ಟು ಕೇರ್ಫ ಮೇಕೇರ್ಫಾಗ ಆಗ ಕಠೋರ ಇಲ್ಲ. ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം അങ്ങല്ല അർസ ഇല്ലേ ഇല്ല, കോപ ശാപത്തെ വിഷയമേ അങ്ങനില്ല, അറിയില്ല ഹജ്ജ് ചെയ്യ പോയ മനുഷ്യന്മാർ. മൂന്നാമത്തെ ലക്ഷണം എന്തോ ഹറാമായ ഒരൊറ്റ കാര്യം അങ്ങ് ആക്കണമേ ഇല്ല. നിസ്കാരക്കലാക്കൽ ഹറാം, അതടക്കം ഹറാമായ കാര്യം അങ്ങ് ആക്കണമേ ഇല്ല. ആക്കിയിട്ടുള്ളവരുടെ അങ്ങനെ ഹജ്ജ് എന്തായിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഹറാമായ സ്വര ഒന്നും അങ്ങനെ ആവാണ്ട് അങ്ങ് ദൂരത്താനിക്കിടാറ്. ചെറിയ ദോഷം വലിയ ദോഷം പോലും ചെറിയ ദോഷമുണ്ട് കറാത്ത്, അതുപോലും ആവാത്ത പോലെ ജാഗ്രത ആക്കിടാറങ്ങ. അത്ര ഗ്രേറ്റസ്റ്റ് അങ്ങ്. കാരണം ഞങ്ങൾ ഹജ്ജ് സ്വീകരിച്ചിട്ട് അലാമത്ത്. പിന്നെ ആരങ്ങ് നിന്ദിക്കില്ല, തമാശാക്കില്ല, താസാറാക്കല്ല, അഹങ്കാരം കാട്ടില്ല. അങ്ങ് അഹങ്കാരങ്ങൾ നിൽക്കില്ല. മുതലത്തെ കാട്ടി ഇപ്പോൾ വന്നാൽ പിന്നെ അങ്ങ് എത്രമാ ഇബാത്തിൽ മുങ്ങിടാറ്. ഇബാത്ത് കുറേ യാറാക്കിടാറ്. അത് ലക്ഷണങ്ങൾ അങ്ങനെ ഹജ്ജ് സ്വീകരിച്ചൊരു ലക്ഷണം. ഇബാത്ത് ഇപ്പോൾ കുറേ യാറ്, അതും ഫർലാ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ. ഉദാഹരണക്ക് നിസ്കാരത്ത് ടൈമായ പുറത്ത് നിസ്കരിക്കിടാറ്. അങ്ങ് ആറ് ഹജ്ജ് സ്വീകാരയോഗ്യമായ ദോഷ ഹറാമായത് പറയാത്ത പോലെ വിശേഷ കാവലുണ്ടാക്കണങ്ങ അറങ്ങ. അതുകൊണ്ട് ഇതെല്ലാം ഹജ്ജ് സ്വീകാരയോഗ്യമായ മനുഷ്യന്മാരുടെ ലക്ഷണം. ഈ ലക്ഷണങ്ങളിൽ കണ്ടുബന്തെങ്കിൽ അങ്ങ് സാക്ഷാൽ ഹജ്ജ് എന്താണ് ഹാജിര അങ്ങനെ ഹജ്ജിന അള്ളാഹു സ്വീകരിച്ചിര. ഇല്ലേ അങ്ങെന്തോ അങ്ങ് ഹാജാറ് അങ്ങ് ഹാജിയല്ല അങ്ങ് ദഗൽബാജ് അങ്ങ്. കാരണം അങ്ങ് ഹജ്ജിനെ സ്വീകരിച്ചില്ല. അങ്ങ് മുതൽ വന്നിട്ട് കൂടെ അല്ല ഹറാമായ സ്വരാക്കിടാറ്. മനുഷ്യന്മാരുടെ കോപ്പ, മനുഷ്യന്മാരുടെ റഫുൽ വൽക്ക് വരാറ്, മനുഷ്യന്മാരുടെ ആരോട്ടും നശയില്ല കെരുഫയില്ല. ഇങ്ങനെല്ലാം ഉണ്ടുണ്ടിട്ട് നിസ്കാര കലാക്കിടാറ്. ഓരോ വക്ത നിസ്കാര കലാവത്തീര അതിനൊക്കെ ജാഗ്രത ആക്കിടാറ്. ആറ് ഹജ്ജ് സ്വീകരിച്ച മനുഷ്യന്മാർ. ഹജ്ജ് സ്വീകരിച്ച മനുഷ്യന്മാർ നിസ്കാരം ഒന്നും കലാവിടമേ ഇല്ല. അത് വലിയ അലാമത്ത്. അതുകൊണ്ട് പിന്നെ അനഗത്യത്തിൽ അങ്ങെന്താവില്ല, ഏർപ്പെടില്ല. അനകത്ത് കാരണം പോകുമ്പത്തി അങ്ങനെ എന്താ പറയുക, അനഗത്യത്തിൽ അവിടെ അങ്ങനെ മബ്രൂർ ഹജ്ജ് ചെയ്യുന്ന അങ്ങനെ അനഗത്യത്തിൽ ഏർപ്പെടാണ്ട് ദോഷം പറയാണ്ട്
ഇന്ന് ഹജ്ജിക്ക് പേര് മബ്റൂർ ഹജ്ജ്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസു വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. അനഗത്യത്തിലില്ലങ്ങ അങ്ങനെ കൊണ്ട് ദോഷമായിട്ടില്ല. ഹജ്ജ് ചെയ്യുമ്പോഴേ ദോഷമേ ആയിട്ടില്ല. അങ്ങ് ഇപ്പം പെത്ത കിടാവിടെ പോലെ ദോഷമെല്ലാം ദോഷമുക്തർ എന്ന് ചൊല്ലുവാർ അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ അതുകൊണ്ട് ഞങ്ങളിലേക്ക് പോയെങ്കിലും എല്ലാവരും ഹജ്ജ് ആരെല്ലാം ഹജ്ജിൽ പഠിച്ചവനെ ഹജ്ജ് ചെയ്ത് പോയിടാറ് എല്ലാവരും ഹജ്ജിനെ യോഗ്യമായ ഹജ്ജ് ചെയ്ത് അങ്ങനെ ബറക്കത്ത് കൊണ്ട് ബാക്കി എന്തെങ്കിലും എല്ലാവരും ഹജ്ജ് നീ സ്വീകരിച്ചിട്ട് എല്ലാവർക്കും സ്വീകാരയോഗ്യമായ ഹജ്ജിന് പ്രതിഫലം നീ പ്രദാനം ചെയ്യ റഹ്മാൻ. എല്ലാ ഹാജികളും ഹജ്ജിനെ നീ സ്വീകരിക്കുക അല്ലാഹ്. ഇവിടെ വന്നിട്ട് പിന്നെ ഹിന്ദു സംബന്ധിച്ചുണ്ടായിരുന്നുണ്ട്. ಆರು ಹಜ್ಜಿಗೆ ಪೋತಿನಾರು ಮಲ್ಲ ಮಕ್ಕ ಪೋತಿನಾರು ಆರು ಹಾಜಿಯಾರು ಅದು ಚೆಂದಿಗಲೇ ಹಾಕೊಂಡು ಡೋಗಿ ನೋಗಿಟ್ಟು ಆರು ಮಲ್ಲ ಮಕ್ಕ ಪೋತಿನಾರು ಹಾಜಿ ಹಾಜಿ ಆಯ್ಡು ಅಂಟು ಚೆಂದಿಗಲಿ ಡೋಗಿ ಹಾಕ್ಬೋದು നഗലങ്ങ് ചെല്ലാറ് അയലൊരു ഹാജിയാ അയൽ വലിയ ദഗൽ ബാജി എന്ത് ഈ ഊണാക്കണ വീടെല്ലാം വന്നിട്ട് അള്ളാഹു റസൂൽ അനിഷ്ടമായത്. അതുകൊണ്ട് അങ്ങനെ ബറാത്തോലെ കൈവിടെ പുറമാതി എന്താ അവിടെ ബച്ചാവാണോ റബിഉൽ തോലോ എല്ലാ ഹാജിമാർ എല്ലാവരും റബിഉൽ അവ്വൽ സ്വീകരിക്കപ്പെട്ടു. അതുകൊണ്ട് അവരുടെ പ്രത്യേക ദുആർക്കും എല്ലാവരും ചെല്ലണം. എല്ലാവരും അവരുടെ ദുആർക്കും ചെല്ലണം. പിന്നെ മക്കത്ത് മദീനത്തിൽ അല്ലാഹുവിൻ്റെ സഹാബാക്കൾ എല്ലാ അമ്പിയാക്കന്മാർ ചുറ്റുപക്കത്ത് പോയി വന്നല്ലേ. അതുകൊണ്ട് അങ്ങനെ നെറ്റിമുത്തൽ സുന്നത്ത് എന്തുകൊണ്ട് അങ്ങ് അവിടെ മക്കത്തെ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ സുജൂദാക്കിനാറ്. അതുകൊണ്ട് നെറ്റിമുത്തലും അങ്ങനെ ചുണ്ടുമുത്തലും അങ്ങ് ഹജറുൽ അസ്വദിനെ മുത്തിരാറ് ആ കല്ലിനെ മുത്തിരാറ്. അതുകൊണ്ട് അങ്ങനെ ചുണ്ടുമുത്തലും സുന്നത്തുണ്ട്. അത് ആ നിലക്ക് ഇൻഷാ അല്ലാഹ് വന്നവർ ഹാജിമാരെല്ലാം സ്വാഗതാക്കുക. ഹാജിമാരെല്ലാവരും ഹജ്ജിനെ അല്ലാഹ് സ്വീകരിക്കട്ടെ. മണ്ടോർസ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഹജ്ജിക്ക് പോകാതും പ്രത്യേക ഹജ്ജിക്ക് പോയെങ്കിൽ പിന്നെയും പോകുള്ള വലിയ ഭാഗ്യത്തെ അല്ലാഹ് ഉണ്ടാക്കിയിട്ട് മണ്ടോർസും ഇൻഷാ അല്ലാഹ് ഹജ്ജിക്ക് പോയിട്ട് മഖബൂലും മബ്റൂറും ഹജ്ജ് ചെയ്യുന്നുണ്ട്. മഖബൂലും മബ്റൂറും മർളിയായ അള്ളാഹുവിൻ്റെ റസൂൽ സിയാറത്താക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹളറത്തിനെ മരിക്കും എല്ലാവർക്കും അള്ളാഹു അവതാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.